ഗുഡ് ഈവനിങ്. ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ പാലക്കാട് എസൻസ് ഭാരവാഹികൾക്ക് ഒരുപാട് നന്ദി. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഞാൻ എസൻസിൻ്റെ വേദികളിൽ വരാറുള്ളൂ. പക്ഷേ പലപ്പോഴും ക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട്, ജോലി സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ പറ്റാറില്ല. ഇന്ന് ഈ ഒരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പാരൻറ്റോ പാരയോ റീലോഡഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് മുമ്പ് നടത്തിയൊരു പ്രഭാഷണത്തിൻ്റെ ബാക്കിയാണ്. ആ പ്രഭാഷണം അതിനുശേഷം ഒരുപാട് ചർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞു. ഞാൻ അത്രയ്ക്കധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാളായതുകൊണ്ട് എല്ലാത്തിനൊന്നും ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ അന്ന് കേട്ട കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ടാണ് ഈ ഒരു പ്രഭാഷണം ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ അനുഭവങ്ങളും പാളിച്ചകളും നമ്മളുടെയൊക്കെ തന്നെ അനുഭവങ്ങളും, നമ്മൾ അനുഭവിച്ച പാരൻറ്റിങ് അനുഭവങ്ങളും, നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുന്ന പാരൻറ്റിങ് അനുഭവങ്ങളും, അതുപോലെ നമ്മൾക്കുണ്ടായ പാരൻറ്റിങ് അനുഭവങ്ങളിൽ നിന്ന് നമ്മൾക്കുണ്ടായ ചില പാളിച്ചകളും, അതിനെക്കുറിച്ചിട്ടാണ് അതാണ് ഇന്നത്തെ ചിന്താവിഷയം. അപ്പോൾ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ്, പ്രഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ഈ 4-5 ചോദ്യങ്ങളാണ്. എന്താണ് നിങ്ങളുടെ പാരൻറ്റിങ് അനുഭവം? മൈ പാരൻസ് വെയർ ദ ബെസ്റ്റ് എന്ന് അഭിമാന പുരസ്സരം പറയുന്ന, അല്ലെങ്കിൽ വളരെ കൺവിക്ഷനോടുകൂടി പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കുക. എൻ്റെ മാതാപിതാക്കളുടെ പാരൻറ്റിങ് ആയിരുന്നു ഏറ്റവും മികച്ചത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് കൈപൊക്കുക. എങ്ങനെ? 2 പേരും പെടും. പാരൻറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്തം 2 പേർക്കും, അല്ലെങ്കിൽ ആരാണോ രക്ഷാകർത്ത സ്ഥാനം ഏറ്റെടുത്തത്. ഓക്കെ, വലിയ കുഴപ്പമില്ലാത്തൊരു ഡ്യൂട്ടി, 1-2 കൈകൾ എനിക്ക് കാണാൻ പറ്റി. വലിയ കുഴപ്പമില്ലാത്ത പരിപാടികളായിരുന്നു എൻ്റെ അച്ഛനമ്മമാർ ചെയ്തത്. വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു പാരൻറ്റിങ് അനുഭവം എനിക്കുണ്ടായി. 2-3 പേര്, 4-5 പേരുണ്ട്. ഏതാണ്ട് 10-12ഓളം കൈകളുണ്ട്. കുറച്ചുകൂടി മികച്ച രീതിയിൽ അവർക്ക് പാരൻറ്റിങ് നടത്താമായിരുന്നു എന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? കൈകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഈ അവസാനത്തെ കാറ്റഗറിയിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഏറ്റവും മോശം പാരൻസ് ആയിരുന്നു എൻ്റെ പാരൻസ് എന്ന് എഴുതി തള്ളിയ ആൾക്കാർ, അത്തരത്തിലുള്ള പാരൻസ് ഉള്ളവർ. അഭിമാന പുരസ്സരം ഉയരുന്ന 1-2 കൈകളുള്ളൂ. അഭിമാന പുരസ്സരമല്ല, അത് പറയാൻ നല്ല ഗട്ട്സ് വേണം. കാരണം അങ്ങനെ പറയുന്നത്, നേരത്തെ RC പറഞ്ഞ പോലെ, ബ്ലാസ്ഫമിയുടെ മറ്റൊരു വചനമാണ്. യാഥാർത്ഥ്യം അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെ പൊതുജന മധ്യത്തിൽ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം പലപ്പോഴും നമുക്ക് സമൂഹം അനുവദിച്ച് തരാറില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുഞ്ഞായിരിക്കുമ്പോൾ രക്ഷിതാക്കളിൽ നിന്നും കുറച്ചുകൂടി മികച്ചൊരു പാരൻറ്റിങ് ലഭിച്ചിരുന്നെങ്കിൽ പിന്നീടുള്ള എൻ്റെ ജീവിതം കുറേ കൂടി മെച്ചപ്പെട്ടതാകാമായിരുന്നു എന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ച ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാനും ഉണ്ടാവുക, നിങ്ങളിൽ പലരും ഉണ്ടാവുക, എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ പാരൻറ്റിങ് എന്നുള്ള ഈ ഒരു സെഷനിലേക്ക്, അനുഭവങ്ങൾ പാളിച്ചകൾ എന്നുള്ള സെഷനിലേക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിലെ ലാസ്റ്റിലെ ചോദ്യം ചോദിച്ചപ്പോൾ 1-2 പേര് മാത്രമേ കൈ ഉയർത്താൻ തയ്യാറായുള്ളൂ. ആ കൈ ഉയർത്താൻ തയ്യാറാവുന്നതിൻ്റെ എണ്ണം കുറയാനുള്ള കാരണം അങ്ങനത്തെ പാരൻസ് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അത്തരത്തിലൊരു പാരൻറ്റിങ് അനുഭവം ഉണ്ടെന്ന് തുറന്ന് പറയാനുള്ള ഒരു അവസ്ഥ പലപ്പോഴും സമൂഹം നമുക്ക് അനുവദിച്ച് തരാത്തത് കൊണ്ടും കൂടിയാണ്. കാരണം പാരൻറ്റിങ് എന്ന് മാത്രം അടിച്ചിട്ട് ഗൂഗിളിൽ നിങ്ങളൊന്ന് തിരഞ്ഞു നോക്കിയാൽ കിട്ടുന്ന ചിത്രങ്ങളുടെ പരമ്പരയാണിത്. ഇതിലെവിടെയും നിങ്ങൾക്ക് ഒരു വിഷാദമുള്ള, ഒരു ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ കൈപ്പേറിയ അനുഭവങ്ങൾ കാണുന്ന ഒരൊറ്റ ചിത്രം പോലും കാണാൻ പറ്റില്ല. കാരണം പാരൻസ് എന്ന് പറഞ്ഞാൽ, അച്ഛനമ്മമാരെന്ന് പറഞ്ഞാൽ, രക്ഷാകർത്താക്കൾ, പ്രത്യേകിച്ച് അച്ഛനമ്മമാരെന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് കയറി വരേണ്ട ഇമേജ് എന്താണെന്ന് നമ്മുടെ സൊസൈറ്റി കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അത് ഇതിൽ പെടുന്ന ഇമേജാണ്. മാതാ, പിതാ, ഗുരു, ദൈവം. ആരും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത 4 അതോറിറ്റീസാണ് ഇവർ 4 പേരും. അതുകൊണ്ട് തന്നെ അത്ര ശരിയല്ലല്ലോ അച്ഛ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ രക്ഷകർത്താവ് നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടായി വരിക എന്നുള്ളത്, ദൈവമേ ഇങ്ങനൊരു സാധനം ശരിയല്ലല്ലോ, നീ എന്നൊരു സാധനം ഇവിടെ ഇല്ലല്ലോ എന്ന് തുറന്ന് പറയാനുള്ള ഗട്ട്സ് ഇല്ലായ്മയെ പോലെ തന്നെയാണ് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഗട്ട്സ് ഇല്ലായ്മ. അത് ട്രഡീഷണൽ ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ടാണ് ഇവരൊക്കെയും അൺക്വസ്റ്റ്യനബിളായിട്ട് ഇന്ന് സൊസൈറ്റിയുടെ പവർ ഹോൾഡേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം കുഞ്ഞ് പരിചയപ്പെടുന്ന പവർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പാരൻസ് തന്നെയാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സമൂഹത്തിൽ പലതരത്തിലുള്ള പവർ
ഹോൾഡിംഗ് പൊസിഷനിലുള്ള ആൾക്കാരിലേക്കുള്ള കുട്ടികളുടെ ഇടപെടൽ എത്തുന്നുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട 3-4 പേരെ ഇനി പരിചയപ്പെടാം. ഇവരൊക്കെ പരസ്പരം സഹകരിച്ചിട്ടാണ് നമ്മളുടെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ടുവരുന്നത്. അതായത് മാതാപിതാക്കളെ ചോദ്യം ചെയ്യരുത്, ദൈവം എന്നുള്ള കൺസെപ്റ്റിനെ ചോദ്യം ചെയ്യരുത്, ഗുരുക്കന്മാരെ ചോദ്യം ചെയ്യാനേ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റിലേക്ക് എത്തിക്കുന്നത് ഇവരൊക്കെ പരസ്പരം നടത്തുന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിൽ പാരൻസ് ഉണ്ട്, പാട്രിയാർക്കൽ സിസ്റ്റം ഉണ്ട്, റിലീജിയസ് പ്രീച്ചേഴ്സും ലീഡേഴ്സും ഉണ്ട്, ട്രഡീഷണൽ ടീച്ചേഴ്സും ഉണ്ട്. കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിക്കവാറും എല്ലാ റിലീജിയസ് പ്രീച്ചിങ്സും അല്ലെങ്കിൽ പ്രീച്ചേഴ്സും അല്ലെങ്കിൽ ലീഡേഴ്സും പറയുന്നത് അച്ഛനമ്മമാരെ നമ്മൾ ബഹുമാനിച്ചേ പറ്റുള്ളൂ. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അയ്യോ അമ്പലത്തിൽ പോയേ പറ്റുള്ളൂ അല്ലെങ്കിൽ പള്ളിയിൽ പോയേ പറ്റുള്ളൂ. ടീച്ചേഴ്സിൻ്റെ അടുത്തെത്തുമ്പോൾ അച്ഛനമ്മമാരാണ് ദൈവം, അവിടെ വല്ല കുഴപ്പമുണ്ടെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തലമുറ വരെയെങ്കിലും നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ടീച്ചർ എന്നത് പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹം നിനക്ക് 2 അടി തന്നത്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഒരുമിച്ച് അല്ലെങ്കിൽ ഫീഡിങ് ചെയ്തുകൊണ്ട് അവരൊരുമിച്ച് നിർത്തിയ ഒരു വലിയൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ആ സിസ്റ്റം നമുക്ക് തന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിലെ പല പാളിച്ചകൾക്കും കാരണമായിട്ടുണ്ടാവാം. അത് പലരും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ചിലരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ട്, നല്ലൊരു ശതമാനം ചോദ്യം ചെയ്താൽ തൻ്റെ വിധി അതാണെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നുണ്ട്. പക്ഷെ അതിലും വലിയൊരു ശതമാനം തങ്ങൾക്ക് കിട്ടിയ പാരൻറ്റിങ് അനുഭവങ്ങളെ ഒരു ഫിൽറ്ററും കൂടാതെ ചിലപ്പോൾ അത് മാഗ്നിഫൈ ചെയ്തിട്ട് അടുത്ത ജനറേഷനിലേക്ക് ഒരു മടിയും കൂടാതെ കൈമാറ്റം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാരൻറ്റിങ്ങിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെ രീതിയിലാണ് കുട്ടികളിലേക്ക് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു യാത്രയിൽ കുട്ടികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. പലപ്പോഴും എൻ്റെ പ്രസൻറ്റേഷൻ്റെ താഴത്ത് അവർ ചോദിക്കും, തന്നെ ഈ ഫാക്ട്സൊക്കെ പറഞ്ഞു, പക്ഷേ റിയൽ ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടി അതിനകത്ത് ആഡ് ചെയ്താൽ നന്നായിരിക്കും. അതുകൊണ്ട് ഇന്ന് എൻ്റെ ശ്രദ്ധ കുറച്ചുകൂടി റിയൽ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്കാണ്. അപ്പോൾ തിയറി കുറച്ച് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് എന്താണെന്നൊന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പാരൻറ്റിങ്. അതൊരു പ്രോസസ്സാണ്, ഒരു യാത്രയാണ്, ഒരു നൈരന്തര്യമാണ്. ഒരു കുട്ടി ജനിക്കുന്നതോടൊപ്പം തന്നെ ഒരു പാരൻറ്റും ജനിക്കുന്നു. പാരൻ്റ് ആവാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം കുട്ടികളെ ഉണ്ടാക്കുക. ഞാൻ പലപ്പോഴും കുട്ടികളെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കുറേയെങ്കിലും എന്താ പറയുക, വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സോക്കോൾഡ് വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പറയും അങ്ങനെയൊന്നും പറയാൻ പാടില്ല, മോശം വാക്കല്ലേ. ഉണ്ടാക്കുക, കുട്ടികളെ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്, അല്ലാതെ ഉണ്ടായി പോകുന്നതല്ല. ആക്സിഡൻ്റൽ പാരൻറ്റിങ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ആ പ്രോസസ്സിൽ നമ്മൾ കോൺഷ്യസ്ലി ഇൻവോൾവ് ആവുന്നതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളെ നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കി അവരെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്ലാനിങ്ങും അത്തരത്തിലുള്ള ഒരു അജണ്ടയും നമ്മുടെ മനസ്സിലില്ലെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവരാതിരിക്കുന്നതാണ് തീർച്ചയായിട്ടും മികച്ച തീരുമാനം. ഇനി വന്നു പോയാൽ പിന്നെ നമുക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റുള്ളൂ. അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവുക തന്നെ വേണം. അപ്പോൾ പാരൻറ്റിങ് ഈസ് എ പ്രോസസ് ഓഫ് റേസിങ് ആൻഡ് നർച്ചറിങ് എ ചൈൽഡ് encompassing all the responsibilities and activities involved in caring for them from infancy throughout adulthood. ഒരു മുതിർന്ന വ്യക്തി ഒരു സ്വന്തം കാര്യങ്ങൾ തീരുമാനങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു വ്യക്തി ആവുന്നത് വരെ, അത്രയും ഞാൻ അഡൾട്ട്ഹുഡിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഇന്ന പ്രായത്തിൽ വരയ്ക്കും അഡൾട്ട്ഹുഡ്, 16 ആയാൽ അല്ലെങ്കിൽ 18 ആയാൽ അഡൾട്ട്ഹുഡായി അങ്ങനെ ഞാൻ വിവക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും സ്വയം പര്യാപ്തനായ ഓട്ടോണമസ് ആയ ഒരു വ്യക്തിയായ ഒരു കുട്ടിയെ മാറ്റിയെടുക്കാനുള്ള ഒരു പ്രോസസ്സ്, അതിനകത്ത് നമുക്കുള്ള ഒരു റെസ്പോൺസിബിലിറ്റി. പിന്നെ പാരൻറ്റിങ് അത് ബയോളജിക്കൽ പാരൻസിൽ മാത്രം നിക്ഷിപ്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുട്ടിയുടെ രക്ഷിതാക്കൾ എന്ന രീതിയിൽ അവരോധിക്കപ്പെടുന്നവർ ആരൊക്കെയാണോ അവർക്കൊക്കെയും പാരൻറ്റിങ് എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു തിയറി പറയാത്തത് കൊണ്ട് നമ്മളൊരു പാരൻ്റ് ആവാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോഴൊരു പാരൻ്റാണ്, എനിക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ പാരൻറ്റിങ് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എവിടെയൊക്കെ ശ്രദ്ധിക്കാം, അതിലേക്കാണ് ഞാൻ അടുത്തതായിട്ട് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നത്. ഒരു പാരൻ്റായി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് മുതൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു പാരൻറ്റിങ്ങിന് ഞാൻ ശ്രമിക്കുന്നു എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കുറച്ച് ഏരിയകൾ, ഇതെല്ലാം ഹോളിസ്റ്റിക്കായിട്ട് ഇതെല്ലാം ഞാനിതിൽ പറയുന്നില്ല, അത് മാത്രമാണെന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും നമുക്ക് ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു 4-5 ഏരിയകൾ. ഒന്ന്, ശാരീരികമായിട്ടുള്ള കുട്ടിയുടെ വികാസം. അതൊരു മേജർ ഡെവലപ്മെൻറ്റൽ ഡൊമൈനാണ്. ചെറിയ കുട്ടിയാണെങ്കിലും ഒരു അഡൾട്ട്ഹുഡിലേക്ക് കടക്കുന്നൊരു കുട്ടിയാണെങ്കിലും. 2, ബൗദ്ധികമായിട്ടുള്ള കുട്ടിയുടെ വികാസത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബൗദ്ധികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റൽ ഡൊമൈൻ, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ ഡൊമൈൻ എന്ന് പറയാം.
മൂന്നാമത്തേത് കുട്ടിയുടെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റൽ ഡൊമെയിൻ, വൈകാരികവും സാമൂഹികവുമായിട്ടുള്ള കുട്ടിയുടെ വികാസത്തിൻ്റെ ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബൗദ്ധികമായ വികാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണമെങ്കിൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി എന്നുള്ളതിനെ കൊണ്ടുവരാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഈസ്തറ്റിക്സ് ആൻഡ് കൾച്ചറൽ ഡൊമെയിൻ, സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ ഒരു കുട്ടിയിൽ നമുക്ക് കുറേ കൂടി മെച്ചപ്പെട്ട ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുമെങ്കിൽ ആ ഒരു കാര്യം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ ചെലുത്താൻ വളരെ എളുപ്പമാണ്. അല്ലെ, അത് ഇത്രയും കാര്യങ്ങളിലെങ്കിലും നമ്മൾ വളരെ കോൺഷ്യസായ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. അപ്പോൾ ഇത് പറയുമ്പോഴുള്ളൊരു പ്രശ്നം, കേൾക്കാൻ വളരെ രസമാണ്, പക്ഷേ ഇതെല്ലാം നല്ല റെസ്പോൺസിബിലിറ്റിയുള്ള ഏരിയകളാണ്. കാരണം ഇപ്പോൾ ശാരീരികമായൊരു ശ്രദ്ധ കുട്ടികൾക്ക് കൊടുക്കണം, അത് കൊടുക്കാത്ത പാരൻസ് ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നത് ശരിയായ രീതിയിലാണോ എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ അവർ ഏർപ്പെടേണ്ട അവരുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ ഉപകരിക്കേണ്ട തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് എക്സസൈസുകളാവാം, മറ്റ് പലതരം കളികളാവാം, എന്തും ആവാം. അടുത്തത് അവർക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ്. നമുക്ക് തന്നെ ഒന്ന് നോക്കാം. നമ്മളുടെയൊക്കെ വീടുകളിൽ ഇന്നലെ രാവിലെ ഉണ്ടാക്കിയ നമ്മളുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന എത്ര പേര് കുട്ടികൾക്കായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ തയ്യാറാക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ നമ്മളുടെ വീടുകളിൽ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിൽ എൻ്റെ കുട്ടിക്ക് കൃത്യമായ അളവിൽ ഇന്ന പോഷണങ്ങൾ വേണം, പോഷകാംശം വേണം, അല്ലെങ്കിൽ സമീകൃതമായൊരു ആഹാരമാണ് ഞാൻ തയ്യാറാക്കേണ്ടത് എന്ന ചിന്തയോടുകൂടി അടുക്കളയിൽ കയറി പ്രവർത്തിച്ച എത്ര രക്ഷിതാക്കൾ നമുക്കിടയിലുണ്ടാവും? ഇന്നലെ രാവിലത്തേത്, ഇന്നലെ ഉച്ചയ്ക്കത്തത്, ഇടയ്ക്ക് വല്ല സ്നാക്സ് ഉണ്ടെങ്കിൽ അത്, വൈകുന്നേരത്തെ ഡിന്നർ. എൻ്റെ കുട്ടിക്ക് ആവശ്യമായ പ്രോട്ടീൻ എൻ്റെ ഭക്ഷണത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നോ, എൻ്റെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അത്തരത്തിൽ കോൺഷ്യസ് ആയൊരു ചിന്തയിലൂടെ ഭക്ഷണം പാചകം ചെയ്യുന്ന എത്ര രക്ഷാകർത്താക്കൾ ഒരുപക്ഷെ നമ്മളുടെ ഇടയിലുണ്ടാവും? ഇത് ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ കുട്ടികളെ വളർത്തുന്നതെന്നൊരു തിരിച്ചു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാവും. പല വികസിത സമൂഹങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുട്ടികളെ വളർത്തുന്നത്. കുട്ടികൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കണം, എത്ര തോതിൽ ഏത് പോഷണം കൊടുക്കണമെന്ന് നിഷ്കർഷിക്കുകയും അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഗവൺമെൻറ് ഏജൻസികളെ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് വികസിത ജനസമൂഹങ്ങൾ നമുക്കിടയിലുണ്ട്. അതായത് മാൽനറിഷ്ഡ് ആയിട്ടൊരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ, അങ്ങനൊരു കുട്ടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷാകർത്താക്കൾ ജയിലിലാവുന്ന ഒരുപാട് വികസിത സമൂഹങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ പോലും, ഈവൻ നമ്മുടെ നാട്ടിൽ പോലും നമ്മളുടെ വീട്ടിലെ കുട്ടികൾ വളരെ മാൽനറിഷ്ഡ് ആണെങ്കിൽ ആശാ വർക്കർമാർ അത് പൊതുവെ റിപ്പോർട്ട് ചെയ്യും. സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ എന്ത് കുട്ടിക്ക് കൊടുക്കണം എന്നുള്ളത് കൃത്യമായൊരു ധാരണ ഉണ്ടാവുക എന്നത് ഒരു രക്ഷിതാവിൻ്റെ അടിസ്ഥാന കർത്തവ്യമാണ്. പാരൻറ്റിങ് അങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. എൻ്റെ കുഞ്ഞ് എന്ത് കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എന്തിനു വേണ്ടി കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു രക്ഷിതാവിന് കൃത്യമായൊരു ധാരണ ഉണ്ടാവണം. അതിന് വലിയ വിജ്ഞാനമൊന്നും ആവശ്യമില്ല. അയ്യോ എനിക്കതൊന്നും അറിയില്ല, പറയാൻ എളുപ്പമാണ്. കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടിക്ക് വേണ്ട കാലറി എന്തൊക്കെയാണ്, എന്തൊക്കെ മൈക്രോ ന്യൂട്രിയൻസ് ആണ്, എത്ര പ്രോട്ടീൻ ആവശ്യമുണ്ട്, ഇതൊക്കെ ഞാനിത് ചുമ്മാ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാണ് ഇന്നലെ. എനിക്ക് കൃത്യമായിട്ട് ഇന്ത്യൻ കുട്ടിക്ക് വേണ്ടതൊന്ന് തരും. ഞാൻ 2-3 മെഡിക്കൽ ജേർണൽസ് റെഫർ ചെയ്തപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെയാണ് ആവശ്യമുള്ള ഒരു സമീകൃത ആഹാരം, ഒരു പോഷകാഹാരം ഇതുപോലെ കൊടുക്കണം. ഇനി ഇത് ഏതിൽ നിന്നൊക്കെ കിട്ടും, ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കൊടുക്കാറില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ തുറച്ചു നോക്കുന്നത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. 5 വയസ്സിൽ താഴെയുള്ള 67% കുട്ടികൾ അനീമിക്കാണ് ഇന്ത്യയിൽ. 35% കുട്ടികൾ, നമ്മളുടെ കുട്ടികൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഗെയിൻ നടക്കുന്നില്ല ഇന്ത്യയിൽ. കേരളത്തിലും അത്ര വലിയ നല്ല സംഭവമൊന്നും അല്ല ഉള്ളത്. കേരളത്തിൽ ഏകദേശം 24% കുട്ടികൾക്ക് ഹൈറ്റ് ഫോർ ഏജ് ഇല്ല. 19 ഏകദേശം 20% കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള വെയിറ്റ് ഗെയിനും ഇല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് നാഷണൽ സർവേ ആണ് ഇന്ത്യൻ ഫാമിലികളിൽ നടത്തിയ 2019 മുതൽ 2021 വരെ നടത്തിയ ഒരു വളരെ ലോഞ്ചിറ്റ്യൂഡിനലായിട്ടുള്ള കുറേ വർഷങ്ങളെടുത്ത് നടത്തിയ ഒരു സർവേയുടെ ഫലമാണ്. അപ്പം നമ്മൾ ശരിയായ രീതിയിലുള്ള ഭക്ഷണമാണോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്.
ഇനി ഈ ഭക്ഷണമൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കും. പൊതുവെ ഭക്ഷണം ഉണ്ടാക്കുക അമ്മമാരുടെ മാത്രം ചുമതലയായിട്ടുള്ളൊരു സമൂഹത്തിൽ ഇത് കാണുമ്പോൾ അമ്മമാരുടെ ഒരു ടെൻഷൻ, ഇനി ഇതും കൂടി ഞാൻ ചെയ്യേണ്ടേ എന്നായിരിക്കും. പക്ഷേ അതിന് വലിയ ബുദ്ധിമുട്ടില്ല. ഇത് പ്രത്യേകിച്ച് നമ്മൾ എവിടുന്നും കൊണ്ടുവന്ന് ചെയ്യേണ്ടതൊന്നുമല്ല. നമ്മുടെ ചുറ്റുപാടുള്ള ലഭ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇതൊക്കെ കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഇപ്പോഴത്തെ അമ്മമാരും അച്ഛന്മാരും നമ്മൾ സ്കൂളുകളിൽ ഇതൊക്കെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായിട്ടാണ് അതിന് ശേഷമാണ് നമ്മൾ അച്ഛനമ്മമാരായത്. 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് മുതലൊക്കെ നമ്മൾ പോഷകാഹാരത്തിനെ കുറിച്ചിട്ട് എന്തൊക്കെ പോഷകങ്ങൾ വേണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തിലേക്ക് അത് പ്രവർത്തനത്തിലേക്ക് വരുന്നില്ല എങ്കിൽ പഠനവും ജീവിതവും തമ്മിലുള്ള ബന്ധമില്ലായ്മയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന് ഉപകരിക്കുന്നില്ല എന്നുള്ള പരാതി ലഭിക്കുന്നത്. അപ്പോൾ ശാരീരികമായൊരു വികാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം അത് തുടങ്ങുന്നത് വീടുകളിൽ നിന്ന് തന്നെയാണ്. അത് കൃത്യമായൊരു ഭക്ഷണശീലമായിക്കോട്ടെ, കൃത്യമായിട്ടുള്ള ഒരു ശാരീരികമായിട്ടുള്ള വികാസത്തിന് ഉതകുന്ന തരത്തിലുള്ള എക്സസൈസുകൾ, വിനോദങ്ങൾ, അതിലൊക്കെ ഏർപ്പെടാൻ കുട്ടികളെ എൻകറേജ് ചെയ്യുകയും അവരോടൊപ്പം പോവുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. അച്ഛനമ്മമാരാണെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം. അതല്ലാതെ പുറത്തു പോയി കളിച്ച് തട്ടിമുട്ടി വീണ് പരിക്കുണ്ടാകുന്നത് കൊണ്ട് പുറത്ത് കളിക്കാൻ പോകണ്ട. മറ്റു കുട്ടികളുടെ കൂടെ ഓടിക്കളിച്ച് അല്ലെങ്കിൽ മറ്റു കുട്ടികളോട് നടന്ന് വഴിതെറ്റി വഷളാവുന്നത് കൊണ്ട് പുറത്ത് പോകണ്ട. കൂട്ടുകെട്ടിൽ ചെന്നുപെട്ട് മയക്കുമരുന്നിന് അടിമയാവാൻ പോകുന്നത് കൊണ്ട് നീ പുറത്ത് പോയി കളിക്കണ്ട. ഇതാണ് നമ്മുടെ ചുറ്റുപാടും കൂടുതലും കുട്ടികൾ കേൾക്കുന്ന വാദം. രക്ഷിതാക്കളുടെ ഒരു കൺസേൺ, സ്നേഹമൊക്കെ അവർ പ്രകടിപ്പിക്കുന്നത് അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നുള്ളതാണ്. നല്ല മടിയന്മാരായതുകൊണ്ടാണ് നമ്മൾ ഈ വാക്കുകളൊക്കെ പറഞ്ഞ് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നത്. അതിന് പകരം ചെയ്യേണ്ടിയിരുന്ന കുട്ടികളുടെ കളിയിടങ്ങൾ സുരക്ഷിതമാക്കുകയും അവരുടെ കൂട്ടുകെട്ടുകളെക്കുറിച്ച് അന്വേഷിച്ച് അവരോടൊപ്പം നടക്കുകയും അവർക്ക് ഉതകുന്ന രീതിയിൽ കുറേ കൂടി മെച്ചപ്പെട്ട ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സ്ഥലങ്ങൾ തയ്യാറാക്കുകയാണ് വേണ്ടത്. അത് കുറച്ച് ശ്രമം പിടിച്ച പണിയാണ്, എളുപ്പം കുട്ടികളടുത്ത് പോണ്ട എന്ന് പറയലാണ്. അപ്പം നമുക്ക് കൈകഴുകലായി. നമുക്ക് വെറുതെ വേണമെങ്കിൽ സമാധാനിക്കുക, എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധാലുവാണെന്ന്. അതിലപ്പുറം വേറൊന്നും സംഭവിക്കുന്നില്ല അവിടെ. അടുത്തത് ശാരീരികമായ വികാസത്തെക്കുറിച്ച് സംസാരിച്ചു. റെസ്റ്റ് അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അതിലും പലപ്പോഴും നമ്മൾ കൃത്യമായിട്ട് കോൺഷ്യസ് പോലും അല്ല. ഞാൻ സിംഗപ്പൂർ ഗവൺമെൻറ് അവിടുത്തെ പാരൻസിൻ്റെ രക്ഷിതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം അവർ കർശനമായി പാലിക്കേണ്ടതുമാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ, ഏറ്റവും ഇൻഫാൻസിയിലുള്ള കുട്ടികൾക്ക് ഉറക്കത്തിന് 1 മണിക്കൂർ മുമ്പ് യാതൊരു കാരണവശാലും സ്ക്രീൻ കാണിക്കരുത്. അത് ഏകദേശം ഒരു 10-12 വയസ്സ് വരേക്കും അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഞാൻ അടുത്ത 1-2 സ്ലൈഡ് കഴിയുമ്പോൾ അതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഒരു കുട്ടിയെ എങ്ങനെ സഹായിക്കണം മെച്ചപ്പെട്ട ഒരു വ്യക്തിത്വ വികാസത്തിനായിട്ടെന്നുള്ളത് ഗവൺമെൻറ്റുകൾ അത്രയധികം അതിനകത്ത് ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് എൻ്റെ കുട്ടി കഴിക്കേണ്ടത് എന്ന് 1940കളിൽ എങ്ങനെയാണ് ജപ്പാനിൽ ആളുകൾ ചിന്തിച്ചിരുന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ പലരും വായിച്ച ടോട്ടോ ചാനലിൽ കൊബയാഷി മാസ്റ്റർ പറയുന്നൊരു വാചകമുണ്ട്. യുവർ ലഞ്ച് ബോക്സ് ഷുഡ് ഹാവ് സംതിങ് ഫ്രം ദ മൗണ്ടൻസ് ആൻഡ് സംതിങ് ഫ്രം ദ സീ. മലകളിലെയും കടലിലെയും ഭക്ഷണം നിങ്ങളുടെ ലഞ്ച് ബോക്സിനുള്ളിൽ ഉണ്ടാവണം. അത് 40കളിൽ ആ കാലഘട്ടത്തിലെ ജാപ്പനീസ് ജനത തിരിച്ചറിയുന്നുണ്ട്. അന്നത്തെ പോഷകാഹാരം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഇന്നും ഫ്രാൻസിലെ ആണെങ്കിലും ന്യൂസിലാൻഡിലെ ആണെങ്കിലും പല പ്രധാനപ്പെട്ട വികസിത രാജ്യങ്ങളിലെയും ലഞ്ച് ബോക്സുകൾ എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായ നിഷ്കർഷയുണ്ട്. പല രാജ്യങ്ങളിലും സ്കൂളുകളിൽ കോമൺ കിച്ചണുകളിലാണ് കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് മുഴുവൻ കുട്ടികളും കഴിച്ചിരിക്കണം. ആ പോഷകാഹാരം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് എൻഷുർ ചെയ്യുന്നത് തന്നെ ഈ പല മിനിസ്ട്രികളുടെയും ബേസിക് ആയിട്ടുള്ള ഫങ്ഷനാണ്. നമ്മൾക്കിവിടെ ഒരുപക്ഷെ അത്തരത്തിലുള്ള എൻഫോഴ്സ്മെൻറ്റുകൾ കുറവായിരിക്കും. പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള ലോകളുണ്ട്, നിയമനിർമ്മാണങ്ങളുണ്ട്. പക്ഷെ അത് എൻഫോഴ്സ് ചെയ്യപ്പെടാറില്ല. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇപ്പോൾ നമുക്കുള്ള മിഡ് ഡേ മീൽസിൻ്റെയൊക്കെ വിതരണം. പക്ഷെ അതിലെത്രമാത്രം പോഷകാഹാരങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡൗട്ട് ഉണ്ട്. പക്ഷെ അത് പര്യാപ്തമാണോ? അപ്പോൾ അതിലേക്ക് ഒരു ചിന്ത ആസ് എ പാരൻറ്റ് നമുക്ക് ഉണ്ടാവണം. അതാണ് ഒരു പ്രധാനപ്പെട്ട ഏരിയ. അത് എന്തുകൊണ്ട് മാതാപിതാക്കൾ ചെയ്യണമെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ തുടക്കത്തിലെ കുറേ വർഷങ്ങൾ കുട്ടി സ്വന്തം ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. അതിനവർ മാതാപിതാക്കളെ ആശ്രയിക്കുന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ആവശ്യം. ഇനി ബൗദ്ധികമായിട്ടുള്ള അതുപോലെ ഭാഷാപരമായിട്ടുള്ള വികാസം കുട്ടികളിൽ നടക്കണമെങ്കിൽ നമ്മൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ വേണ്ടി വരും?
ഒരു നല്ല രസമുള്ളൊരു ഏരിയയാണ്. കാരണം എന്തൊക്കെയാണ് ഭൗതികമായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുക കുട്ടികൾക്ക്. ഈ കൊടുക്കലിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ ഭയങ്കരമായ പാളിച്ചകളിലേക്ക് നയിക്കുന്നുണ്ട്. ഒന്ന്, അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. കുട്ടികളിൽ അറ്റൻഷനും കോൺസെൻട്രേഷനും വരുത്തുക, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പരമാവധി സമയം അതിനുവേണ്ടി പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാനുള്ളൊരു കഴിവിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കുക. അതൊരു ലൈഫ് സ്കില്ലും കൂടിയാണ്. ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും അവർക്ക് ഇതൊരു മുതൽക്കൂട്ടായിട്ട് മാറേണ്ട ഒരു സ്കില്ലാണ്. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും കോൺഷ്യസ്ലി ചിന്തിച്ച് ചെയ്യാറുണ്ടോ? ഒന്നും വേണ്ട. ഒരു 10 വയസ്സുകാരൻ അല്ലെങ്കിൽ 10 വയസ്സുകാരി വീട്ടിൽ വന്നിട്ട് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയം, ആ ഹോംവർക്കിനായി ആ കുട്ടി ഇരിക്കുന്ന സമയമെങ്കിലും നമ്മുടെ വീട്ടിലെ TV ഓഫാണോ? മറ്റാരും അത് കാണുന്നില്ല. ആ കുട്ടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തൊരു കാര്യം ചെയ്യാനുള്ള എൻവയർമെൻറ്റ് നമ്മൾ ഒരുക്കി കൊടുത്തോ? അതോ ആ സമയം അവിടെ വല്ല സീരിയൽ റൺ ചെയ്യുന്നുണ്ടോ? ആ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനുള്ളൊരു ഉത്തരമാവും. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ചെറുപ്പം മുതലേ പീഡിയാട്രീഷ്യൻസ് ആണെങ്കിലും സൈക്കോളജിസ്റ്റുകളാണെങ്കിലും പറയുന്നൊരു കാര്യം, പ്രൊവൈഡ് സ്ട്രക്ചറൽ റുട്ടീൻസ്, ലിമിറ്റ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് എൻകറേജ് മൈൻഡ്ഫുൾനെസ് എന്നാണ്. ഓരോ കുട്ടിക്കും ഒരു കൃത്യമായ റുട്ടീൻ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കൾക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികളുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ അറ്റൻഷനും കോൺസെൻട്രേഷനും നമുക്ക് ആവശ്യമുള്ളത് മറ്റൊന്നിനുമല്ല. അവർക്കൊരു അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ എബിലിറ്റി ടു ഫോക്കസ് ഓൺ എ ടാസ്ക് ഓർ സ്റ്റിമുലസ് ഫോർ എ സസ്റ്റെയിൻഡ് പീരിയഡ്. അതിനകത്ത് നമുക്ക് ശാന്തമായൊരു മാനസിക അന്തരീക്ഷം കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റില്ലേ? അങ്ങനെ നമുക്ക് പറ്റുന്നു എങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത്. അതുപോലെ മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് കുറച്ചുകൊണ്ട് നമുക്ക് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ആ കുട്ടിയുടെ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ളൊരു ഉപാധിയാവും. ഇതിനകത്ത് പ്രശ്നം വരുന്ന എവിടെ വെച്ചാൽ വളരെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള തന്നിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്ന പല പാരൻസ് ഇതൊന്നും ബോധർ ചെയ്യില്ല. ഇപ്പോൾ വീട്ടിൽ കുട്ടി വരുന്ന സമയത്താണ് അച്ഛനോ അമ്മയ്ക്കോ ഒരു ദേഷ്യമോ വിഷമമോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു സ്പ്ലിറ്റ് ഉണ്ടെങ്കിൽ ഒരു കാര്യവുമില്ലാതെ ഇതിലൊന്നും പങ്കില്ലാത്തൊരു കുട്ടി അവരതിൻ്റെ നടുവിലേക്ക് വലിച്ചിടുന്നു. അവരുടെ കോലാഹലങ്ങളുടെ ഭാഗമായിട്ട് ഈ കുട്ടി അതിൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്നു. അതിന് കൃത്യമായ റുട്ടീൻ, ഒരു പക്ഷേ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ ഇന്ന കാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കുക എന്നൊരു പ്ലാനിൽ വരുന്ന കുട്ടിയുടെ പ്ലാൻ പോലും നമ്മളുടേതായ പല കൺവീനിയൻസുകൾക്കായിട്ട് തെറ്റിക്കുന്നു. കുട്ടിക്ക് ഒരു റെഗുലർ പ്ലാൻ കൊടുക്കുകയും അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് ഒരു വലിയ കുഴപ്പമില്ലാത്തതിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, മെമ്മറി ആൻഡ് റിറ്റൻഷൻ. ലോങ് ടൈം മെമ്മറിയാണ്, ഷോർട്ട് ടൈം മെമ്മറി. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഓർമ്മകൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ, ആ പ്ലാൻ ചെയ്ത കാര്യം കൃത്യമായ രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങളിലേക്ക് ഡീപ്പായിട്ട് പോകാനൊക്കെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം മെമ്മറിയാണ്. ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ദിവസം സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന കുട്ടിയോട് ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെ സംഭവങ്ങൾ സംഭവിച്ചു ഒന്ന് പറഞ്ഞേ. അപ്പോഴെന്തായി? പിന്നെ എന്ത് സംഭവിച്ചു? അങ്ങനെ പറഞ്ഞോ? അപ്പം നിനക്ക് എന്താ തോന്നിയത്? ഇന്ന് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് നമ്മൾ ചിലവഴിച്ച് അവരുമായിട്ടൊരു കോൺവെർസേഷനിൽ ഏർപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് വലിയ എന്താ പറയുക ഒരു തിയറിറ്റിക്കൽ സപ്പോർട്ടൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ ചെയ്യുന്ന പാരൻസ് ഏർപ്പെടുന്നത് ഈ കുട്ടിയുടെ മെമ്മറി പവറിൻ്റെ അല്ലെങ്കിൽ മെമ്മറിയെ ഒന്ന് മെച്ചപ്പെട്ടതാക്കാനുള്ളൊരു പ്രവർത്തനത്തിലാണ്. ഇത് എവിടെയാണ് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓർമ്മകൾ നമ്മളെ ചിന്തകളെ ക്രോഡീകരിക്കാനും ആ ചിന്തകളെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസ് വലിയൊരു കഴിവ് തരും. നമ്മളുടെ ചിന്തകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ മെറ്റാ തിങ്കിങ്ങിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നത്. പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പഠിച്ചത് എന്നുള്ളൊരു ചിന്തയിലേക്ക് കുട്ടി എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടിയുടെ ജീവിതത്തിൽ അത് വലിയൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ അതിനുതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വീടുകളിൽ ഏർപ്പെടാൻ പറ്റിയാൽ ആസ് എ പാരൻറ്റ് കോൺഷ്യസ്ലി നമുക്ക് കുറച്ച് സമയം അതിനുവേണ്ടി ചിലവഴിക്കാൻ പറ്റിയത് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം സഹായകരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഈ ടോക്സിക് പാരൻസ് ചെയ്യുന്നത് ഈ ഓർമ്മകളെ കുത്തിക്കെടുത്തലാണ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും കുട്ടികളോട് നമ്മൾ ചെയ്യുന്നൊരു വലിയ പ്രശ്നം, അവർക്ക് ഏകദേശം കൃത്യമായ ധാരണ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്,
പക്ഷെ അതില്ല, ഞാനന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല, നിനക്ക് തോന്നിയതാണ്, നീ വിചാരിച്ചതാണ്, നീ ചിന്തിച്ചത് തെറ്റാണ്, അല്ലെങ്കിൽ നിൻ്റെ ഓർമ്മ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് അവരെ തോൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് അവരുടെ ഈ ഓർമ്മകളെ ഡിസ്റ്റോർട്ട് ചെയ്യലാണ്. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ അമ്മ എനിക്കിത് ചെയ്തുതരാം, അല്ല അച്ഛൻ എനിക്കിത് ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു വെറുതെ നീ ഓരോന്ന് പറയാണ് എന്ന് സൗകര്യത്തിൽ ആ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നതിന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ ആ സമയത്തേക്കും നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ നമ്മളവിടെ ചെയ്യുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ കുട്ടിയുടെ മെമ്മറി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഓർമ്മകളെ നമ്മളവിടെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇമോഷണൽ ത്രെറ്റുകൾ കൊടുക്കുമ്പോൾ നമ്മളുടെ ഓർമ്മകളുടെ ഇമോഷണൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ വളരെ മോശമായ രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഓർമ്മകൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമ്മൾ ഓർമ്മകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന ആൾക്കാരാണ്. ആവശ്യമുള്ള രീതിയിൽ റിട്രീവ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് പ്രോസസ്സ് ഒരുപക്ഷെ പാരൻസിന് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കൊടുക്കുന്ന ഓർമ്മകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓർമ്മകൾ അവരെ ഓർത്ത് വയ്ക്കാൻ സഹായിക്കുന്നതോടൊപ്പം നമ്മൾ അവരിൽ ഉണ്ടാക്കുന്ന ഓർമ്മകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പഠനത്തിൻ്റെ ഭാഗമായി എന്ത് ഓർമ്മയാണ് നമുക്ക് ഉണ്ടായതെന്ന് ആലോചിക്കുമ്പോഴാണ് പലപ്പോഴും പഠനം നമ്മൾ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ഓർമ്മകൾക്കുള്ളൊരു പ്രാധാന്യം. മറ്റൊന്ന് ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ കുട്ടികൾ ഉണ്ടാക്കിയെടുക്കാൻ, ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി ഡെവലപ്മെൻറ്റൽ ഡൊമൈൻ. ഇത് എത്രമാത്രം നമ്മളത് ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്കറിയില്ല, എത്രമാത്രം കോൺഷ്യസ്ലി ഇൻവോൾവ് ആവാറുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളുടെ കുട്ടികൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ട്, ഞാൻ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ചില കുട്ടികൾ വാക്കുകൾ നമ്മൾ പറയുന്ന രീതിയിലല്ല പറയുക. ഇപ്പം എനിക്കറിയുന്ന എൻ്റെ ഒരു നെവ്യൂ ഉണ്ടായിരുന്നു, കുതിര എന്ന് പറയാൻ കുഞ്ഞിന് ബുദ്ധിമുട്ടായിരുന്നു, കുരിത എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ മോനെ കുതിര, അപ്പോൾ കുഞ്ഞ് വളരെ നിഷ്കളമായിട്ട് കുരിത, അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ചിരിക്കും. അത് ആ കുട്ടിയിൽ എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മളൊരു ഭാഷ പഠിക്കുകയാണ്, പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ താരങ്ങൾ വന്ന് അതൊന്ന് പറയൂ, അപ്പം നമ്മൾ വളരെ കോൺഫിഡൻസോടുകൂടി പറയുന്നു, എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുന്നു. എന്ത് ഇമ്പാക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? പല 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 തരത്തിലുള്ള തെറ്റുകളും ചിന്തകൾ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അത് മാറ്റി പുതുതായി റീലേൺ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഭാഷ പഠിച്ചു വരുന്നത്. അങ്ങനെയുള്ള ഒരു ഭാഷാ പഠനത്തിനിടയ്ക്ക് കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് പകരം അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെ സൈഡിൽ നിന്ന് വേണ്ടിയിരിക്കുക. അതിനോടൊപ്പം തന്നെ എത്ര പേര് നമ്മൾ കോൺഷ്യസ് ആയിട്ട് കുട്ടിയുടെ ഭാഷ ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളുടെ കുഞ്ഞുങ്ങൾ ഒരു കാര്യം പറഞ്ഞ് അവതരിപ്പിക്കുന്നത്, അതിന് നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും? നമ്മൾ പലരും ഇപ്പോഴുപയോഗിക്കുന്ന ഭാഷ ഒരു 5-6 വയസ്സിൽ നമുക്ക് ലഭിച്ച ഭാഷ, അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ വലിയ വികാസത്തിലേക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരുപക്ഷെ ശശി തരൂരിനെ അല്ല അതുപോലത്തെ ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ഗംഭീരം എന്നൊരു തോന്നൽ വരുന്നത്. ഇത് ഭാഷാപരമായിട്ട് നമുക്ക് കിട്ടിയ എക്സ്പോഷറുകൾ ഇല്ലാത്തതിൻ്റെ മാത്രം കാര്യമാണ്. ആ ഭാഷാപരമായ എക്സ്പോഷർ എത്ര അധികം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അത്രയധികം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതേസമയം ഇവിടെ പലപ്പോഴും കുട്ടികളെ മിണ്ടാതാക്കലാണ് രക്ഷാകർത്താവിൻ്റെ ആവശ്യം. എത്രയധികം കുട്ടി മിണ്ടാതിരിക്കുന്നു അത്രയധികം സമാധാനം വീട്ടിലുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് പലപ്പോഴും ചെറിയ കുട്ടികൾക്ക് വീടുകളിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബേബി സിറ്റിങ്ങിന് പകരം TV സിറ്റിംഗ് ആക്കിയിട്ട് നമ്മളതിനെ മാറ്റും. അപ്പോൾ കുഴപ്പമില്ല, ബേബി സിറ്റിംഗ് എന്നുള്ള പ്രവർത്തനത്തിന് നമുക്ക് സംസാരം, കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ ഒക്കെ ആവശ്യമുണ്ട്. TV സിറ്റിംഗ് ആയിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അവിടെ നിന്ന് മാത്രം വന്നോളൂ, ഇവിടെ മിണ്ടേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാവും. കഴിഞ്ഞ 2022 സ്റ്റഡിയാണ് ബാംഗ്ലൂരിൽ, നമ്മുടെ തൊട്ടടുത്തുള്ള IT നഗരമായ ബാംഗ്ലൂരിൽ 100 കുട്ടികൾ നടത്തിയൊരു സ്റ്റഡിയിൽ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കാതിരിക്കുകയും കുഞ്ഞുങ്ങൾക്ക് സ്ക്രീനിൻ്റെ മുന്നിൽ മാത്രമായിട്ട് സമയം കൂടുതൽ കൊടുക്കുകയും ചെയ്യുമ്പോൾ 4 മണിക്കൂറിലധികം സ്ക്രീൻ ടൈം, ഇത് ഇന്നത്തെ മിക്ക കുട്ടികളുടെ അവസ്ഥയാണ്. 4 മണിക്കൂറിലധികം സ്ക്രീൻ ടൈം എന്നുള്ള അത്ര വലിയ സംഭവമൊന്നുമല്ല. ഇപ്പം മിക്ക കുട്ടികളുടെയും സ്ക്രീൻ ടൈം നോക്കിക്കഴിഞ്ഞാൽ 3-4 മണിക്കൂറൊക്കെ ഉണ്ട്. അതിലധികം സ്ക്രീൻ ടൈമുള്ള കുട്ടികളിൽ കണ്ടത് അവരുടെ ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺസ് എസ്പെഷ്യലി ആയിട്ടുള്ള ലാംഗ്വേജ് ആൻഡ് കോഗ്നിറ്റീവ് ലെവൽ മറ്റ് കുട്ടികളുടെ നിന്ന് പിന്നോക്കമാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിംഗപ്പൂർ ഗവൺമെൻറ് റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതും. ആ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നോ സ്ക്രീൻ യൂസ് അൺലെസ് ഫോർ ഇൻറ്ററാക്ഷൻ ഓർ ഇൻറ്ററാക്റ്റീവ് വീഡിയോ ചാറ്റ്. ബിലോ 18 months ആണെങ്കിൽ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം പാടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇൻറ്ററാക്റ്റീവ് ആയിരിക്കണം. ഒരു 1 way മെക്കാനിസം അല്ല. കുട്ടി TV കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ
ഒരു വീഡിയോ കാണുകയാണെങ്കിൽ പാരൻസ് അതിൻ്റെ കൂടെ ഇരുന്ന് അതിനോടൊപ്പം സംസാരിച്ച് ആ കുട്ടിയെ സംസാരത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം. അത് കൂടാതെ ഡു നോട്ട് ലീവ് സ്ക്രീൻ ഓൺ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് വെൻ ചൈൽഡ് ഈസ് എൻഗേജ് ഇൻ എനി അതർ ആക്ഷൻ. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടി വി ഓൺ ആവുന്ന എത്ര വീടുകളുണ്ട്? കുട്ടി കളിക്കുന്നുണ്ടാവും, ടി വി എവിടെ ഓൺ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ സിംഗപ്പൂരിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ വളരെ മോശമായൊരു പ്രവൃത്തിയിലാണ് ഏർപ്പെടുന്നത്. ലിമിറ്റ് ദ സ്ക്രീൻ യൂസ് ടു ലെസ് ദാൻ എൻ അവർ എ ഡേ ഔട്ട്സൈഡ് സ്കൂൾ. സ്കൂളിൽ പഠനത്തിൻ്റെ ഭാഗമല്ലാതെ വീട്ടിൽ വന്ന് കാണുന്ന എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് 1 മണിക്കൂറിൽ കൂടാൻ പാടില്ല. വളരെ നിഷ്കർഷാപൂർവ്വം ആ ഗവൺമെൻറ് പാരൻസിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസാണ് ഇതൊക്കെ. എത്ര കെയർഫുള്ളായിട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് ഈ കാര്യം, അല്ലെങ്കിൽ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എത്ര കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാനത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ നമ്മൾ കുട്ടികളെ എത്ര മാത്രം സഹായിക്കുന്നുണ്ട്. ഒരു വാക്കിന് പല പല സിനോണിംസ്, പര്യായ പദങ്ങൾ സാധ്യമാണ്. പക്ഷെ നമ്മൾ എത്ര പേര് വ്യത്യസ്തമായിട്ടുള്ള പര്യായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭാഷയെ മെച്ചപ്പെടുത്താനാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്? എത്ര പേര് കോൺഷ്യസ്ലി കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡുകൾ, മീനിങ് ഷെയ്ഡുകളിലെ വാക്കുകൾ എക്സ്പോസ് ചെയ്ത് കൊടുക്കാറുണ്ട്? ഇങ്ങനെ സഹായിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾക്ക് അടുത്ത ലെവൽ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനും എഴുതി മനസ്സിലാക്കിക്കാനും ഒക്കെയുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. ഇനി ഭാഷാപരമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ കിട്ടുന്നത് തുടക്കത്തിൽ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഒരേ വാക്ക് നമ്മൾ പല രീതിയിൽ പറയുമ്പോൾ പല അർത്ഥതലങ്ങൾ ഉണ്ടാവുന്നു. ഒരു വാക്കിൻ്റെ ഏറ്റക്കുറച്ചിലുകളിൽ നമുക്ക് ഒരുപാട് വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു ഭാഷ സംസാരിക്കുമ്പോൾ അതിനോടൊപ്പം ഉപയോഗിക്കേണ്ട ഫേഷ്യൽ എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, ബോഡി ലാംഗ്വേജ് എന്തൊക്കെയാണ്, ഇതൊക്കെ കുട്ടി കാണുന്നത് ആദ്യമായിട്ട് കണ്ട് പഠിക്കുന്നതൊക്കെ വീടുകളിൽ നിന്നാണ്. നമ്മൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കുന്നതോടൊപ്പം നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്നും ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്നും ഒക്കെ കുട്ടി കണ്ടുപഠിക്കുന്നത് നമ്മളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഭാഷ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. കുട്ടിയുടെ മുന്നിൽ ഉപയോഗിക്കുന്നത്, കുട്ടി കേൾക്കുന്നതായിട്ടുള്ള ഭാഷ, കുട്ടി നമ്മൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറി ഒക്കെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ. അതിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ ഭാഷാപരമായ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് എന്നെ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോയുടെ ഒരു ദൃശ്യം മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. 16 വയസ്സുള്ളൊരു കുട്ടി കോട്ടയിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പേ 2 മിനിറ്റ് മുമ്പേ കരഞ്ഞുകൊണ്ടെടുത്ത ഒരു വീഡിയോയുടെ ഒരു ഷോർട്ടാണ് അത്. വീഡിയോ ആയിട്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല, കാരണം അത് നമ്മളെല്ലാവരെയും കരയിക്കും. മരിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പേ ആ 16-കാരൻ പറഞ്ഞത്, അച്ഛാ അമ്മേ, എനിക്ക് നിങ്ങളോടൊരു കാര്യമേ പറയാനുള്ളൂ. ഐ എം റിയലി സോറി. എനിക്ക് വളരെ വേദനയുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ എനിക്ക് ആവാൻ പറ്റിയില്ല. ചോട്ടു, അവൻ്റെ അനിയൻ, ചോട്ടു, എനിക്കോ അത് പറ്റിയില്ല, നിനക്കെങ്കിലും അത് പറ്റണം. നിങ്ങൾ പറഞ്ഞതുപോലെ എന്നെ ഒന്നിനും കൊള്ളില്ല. കഷ്ടിച്ചൊരു 1.5-2 മിനിറ്റിലൊരു വീഡിയോ പറഞ്ഞ ശേഷം 16 വയസ്സുള്ളൊരു കുഞ്ഞ് ആ മൊബൈൽ ഫോൺ അടുത്തൊരു കോളേജിൽ നിന്ന് അവൻ്റെ കൂട്ടുകാരനെയാണ്, ഹോസ്റ്റലിൽ പഠിക്കുന്നൊരു കൂട്ടുകാരനെ, എന്നിട്ട് പറഞ്ഞു, എൻ്റെ മൊബൈൽ ഫോൺ ഏലസും ഞാൻ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, നീ അത് വന്നൊന്നെടുത്ത് അച്ഛനമ്മമാർക്ക് കൊടുക്കണം. 2 മിനിറ്റിന് ശേഷം ആ കുട്ടി ആ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. 2017-18 ആ സമയത്താണ്. അതിനുശേഷം കഴിഞ്ഞ വർഷത്തെ JEE റിസൾട്ടിന് ശേഷം വന്ന ഒരു കുട്ടിയുടെ മരണത്തിന് തൊട്ട് മുമ്പ് അയച്ച മെസ്സേജാണ് ആ മറ്റേ സ്ക്രീൻ. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു ഏരിയ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ഭാഷ, അതിനോടൊപ്പം തന്നെ നമ്മളുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ വളരെ പ്രധാനമാണ്. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്ന ഓരോ വാക്കിനും വളരെ വളരെ ആഴത്തിലുള്ള മുറിവുകളോ വളരെ വളരെ ആഴത്തിലുള്ള സ്വാധീനങ്ങളോ സൃഷ്ടിക്കാൻ പറ്റും. നമ്മളിൽ പലരുടെയും ജീവിതം നിർണയിച്ചത്, പലരുടെയും ജീവിതം തച്ചുടച്ചത് പലരുടെയും വാക്കുകളാണ്. ഒരാവശ്യവുമില്ലാതെ പറയുന്ന ചില വാക്കുകൾ, വളരെ നിരുപദ്രവകരം എന്ന് തോന്നുന്ന രീതിയിൽ പറയുന്ന ചില വാക്കുകൾ, വളരെ തമാശയ്ക്ക് പറയുന്ന ചില വാക്കുകൾ, വളരെ ലഘുവായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ എത്രമാത്രം ആഴത്തിൽ കുട്ടികളെ സ്പർശിക്കും നമ്മൾ ആലോചിക്കുന്നു പോലുമില്ല. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു സ്ഥലത്താണ് ഇന്ത്യൻ പാരൻസിൻ്റെ ടോക്സിസിറ്റി ഏറ്റവും കൂടുതൽ പ്രകടമാവുന്നത് എനിക്ക് തോന്നാറുണ്ട്.
ഈ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ പാരൻസിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് അവരുടെ കോച്ചാണ്, ഇമോഷണൽ കോച്ചാണ് കുട്ടികൾക്ക്. ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ വർഷങ്ങളിൽ മാത്രമല്ല, ഇവിടെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റൊക്കെ ഓക്കെ ഒരു 10-12 വയസ്സ് വരെയൊക്കെ ആയി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടികൾക്ക് ഒരു 10-15 വയസ്സ് വരെയൊക്കെ ഓക്കെ. പക്ഷേ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ മുകളിലോളം നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ലൈഫ് ലോങ് ആയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്നതാണ്. ചിലപ്പോൾ ഒരു 15 വയസ്സ് വരെ 18 വയസ്സ് വരെ ഇനി എൻ്റെ ബോഡി നന്നാക്കണം, എന്നാൽ പിന്നെ ഞാൻ കുറച്ചുകൂടി ഫിറ്റ്നസ്സിൽ ഫോക്കസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു 16 വയസ്സ് 17 വയസ്സ് വരെ ഞാൻ കുറച്ചുകൂടി ഫിസിക്കലി നന്നാവട്ടെ എന്ന് പറഞ്ഞ് അതിൽ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റും സ്വന്തമായിട്ട്. പക്ഷേ അതുപോലെ അല്ല നമ്മുടെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻ്റൽ ഡൊമൈൻ വർക്ക് ചെയ്യുന്നത്. അത് പലപ്പോഴും ചെറുപ്പത്തിൽ കിട്ടുന്ന പല മുറിവുകളും ഒരിക്കലും ഉണങ്ങാതെ ത്രൂ ഔട്ട് ലൈഫ്, ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. പലപ്പോഴും ഇർറിപ്പയറബിളായ രീതിയിലാണ് നമ്മളുടെ പാരൻസ് നമ്മളോട് പെരുമാറുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് പല രീതിയിലാവാം. പൊതുവെ ഇന്ത്യൻ പാരൻസ് പറഞ്ഞ് ഞാൻ കേട്ടത്, എനിക്ക് എൻ്റെ മക്കളെല്ലാം ഒരേപോലെ ഇഷ്ടമാണ്. അത് യാഥാർത്ഥ്യമല്ല എന്ന് അത് അനുഭവിക്കുന്ന മക്കൾക്ക് മനസ്സിലാവും. പറയാൻ എളുപ്പമാണ്, പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ വലിയൊരു ബയസ്, ഒരു ഡെസ്പാരിറ്റി ഉണ്ട്. അത് നമ്മൾ അഥവാ ചോദിക്കുകയാണ്, അതെന്താ എന്നോട് അങ്ങനെ പറഞ്ഞു, നിനക്ക് എങ്ങനെ എന്നോട് എങ്ങനെ പറയാൻ തോന്നിയോ, ഞാൻ നിൻ്റെ അച്ഛനല്ലേ, ഞാൻ നിൻ്റെ അമ്മയല്ലേ, നിൻ്റെ മോശത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കുമോ, നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തോന്നി എന്ന് തിരിച്ച് പറഞ്ഞ് അവരവിടെ വിക്റ്റിമായി കുട്ടി എന്ത് ചെയ്യും, തെറ്റുകാരനായി ചിത്രീകരിക്കും. എളുപ്പമാണ്. കുറച്ച് കഴിയുമ്പോൾ കുട്ടി ചോദിക്കുന്നത് നിർത്തും. അതുകൂടാതെ സമൂഹം നമ്മുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അച്ഛനമ്മമാരോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇതും കൂടി ആകുമ്പോൾ കുഞ്ഞിന് പൂർണ്ണമായിട്ടൊരു ബോധ്യം വരും, എനിക്കിതിൽ നിന്ന് രക്ഷയില്ല. നമ്മളതങ്ങ് നിശബ്ദമായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളിലേക്ക് വന്ന പാരൻറ്റിങ്, എസ്പെഷ്യലി ഇമോഷണൽ ലെവലിലുള്ള ടോക്സിക് പാരൻറ്റിങ് ഒരു തരത്തിലുള്ള മറയും കൂടാതെ അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ പാസ് ചെയ്ത് പോകും. ഇത് റാഗിങ്ങിൻ്റെ ഒക്കെ മാതിരിയാണ്. അതല്ലെങ്കിൽ ഈ അമ്മായിയമ്മമാരുടെ സ്വഭാവം നമ്മൾ തമാശയ്ക്കാണെങ്കിൽ പോലും പറയുന്ന ഏറ്റവും മോശം അമ്മായിയമ്മയുടെ മരുമകളായി വന്ന സ്ത്രീ ചിലപ്പോൾ അതിലും മോശം അമ്മായിയമ്മയായിട്ട് മാറുന്ന ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. ഈ ഒരു ട്രാൻസ്ഫർ സംഭവിക്കുന്നത് പോലെ തന്നെയാണ് പാരൻറ്റിങ്ങിൽ സംഭവിക്കുന്നത്. വളരെയധികം ചെറുപ്പത്തിൽ ഇടിയൊക്കെ കിട്ടി അല്ലെങ്കിൽ വളരെ ക്രൂരമായ വാക്കുകളുടെ മുറിഞ്ഞ മനസ്സുള്ള ആൾക്കാർ പിന്നീട് പാരൻസായി തീരുമ്പോൾ ഒരു മടിയുമില്ലാതെ ഇതേ മുറിവുകളും ഇതേ ദ്രോഹവും അടുത്ത തലമുറയിലേക്ക് നിർബാധം കൈമാറ്റം ചെയ്യപ്പെടുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട്. ഒരു മെറ്റാ തിങ്കിങ് എന്നുള്ള സാധനം നടക്കാത്തതുകൊണ്ട്, റിഫ്ലക്ഷൻ എന്നുള്ള സാധനം നടക്കാത്തത് കൊണ്ട്, ഇത് ഇങ്ങനെയല്ല വേണ്ടത് എന്നുള്ളൊരു ചിന്ത നടക്കാത്തതിൻ്റെ ഒരു പ്രതിഫലനമാണ് അതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തായിരിക്കാം നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് എങ്ങനെ നമ്മളുടെ കുഞ്ഞിൻ്റെ ഒരു ഇമോഷണൽ കോച്ചാവാം? എങ്ങനെ നമുക്ക് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗൃഹാന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കാൻ സാധിക്കും? വീടുകളിൽ അത്തരത്തിലുള്ള അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ മൊത്തം ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു ഒരു സപ്പോർട്ടായിരിക്കും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അത് ഒന്ന്, കുട്ടിക്ക് മനസ്സിലാവണം എൻ്റെ ഇമോഷൻ എന്താണ്. ദ ചൈൽഡ് ഷുഡ് ബി ഏബിൾ ടു നെയിം ആൻഡ് റെഗുലേറ്റ് ഇമോഷൻസ്. നമ്മളുടെ ശരിയായ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ ഇമോഷനുമായിട്ട് പൊരുത്തപ്പെടാനും കുട്ടികളെ സഹായിക്കുക എന്നുള്ളത് ഒന്ന്. പലപ്പോഴും നമ്മളുടെ ഇമോഷൻ ഒന്നും നമ്മൾ പ്രകടിപ്പിക്കുന്നത് മറ്റൊന്നുമാണ്. നമ്മൾ പലർക്കും ഉള്ളൊരു പ്രശ്നമാണിത്. നിങ്ങൾ തന്നെ ആലോചിക്കും, നിങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആരുടെയെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്ത് ഇമോഷൻ്റെ ബേസിലായിരുന്നു ആ വഴക്കിലേക്ക് എത്തിയത്? അയാളോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നോ അതോ സങ്കടം കൊണ്ടായിരുന്നോ? ചില ആളോട് നമുക്ക് വെറുപ്പുണ്ടാവുന്നത് അത് വെറുപ്പാണോ അതോ നിങ്ങൾക്ക് അവർ ചെയ്ത ചില പ്രവൃത്തികളിലുള്ള ഇഷ്ടമില്ലായ്മയാണോ? പല ഘട്ടങ്ങളിലും നമ്മുടെ ഉള്ളിലുള്ള കോറായിട്ടുള്ള ഇമോഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് ശരിയാണ്, അത് ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ടതാണെന്ന് പൊരുത്തപ്പെടാനും ഒന്നുമുള്ള ഒരു ട്രെയിനിങ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. പലപ്പോഴും പാരൻസ് അത് കൊടുക്കുന്നില്ല. അവർ തന്നെ ഇമോഷണലി കൺഫ്യൂസ്ഡാണ്. മിക്ക കുട്ടികൾക്കും അടി കിട്ടുന്ന ഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അടി കിട്ടാത്തവരാരും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. എന്തിനായിരുന്നു അടി കിട്ടിയത്? 99.9% എനിക്ക് പറയാൻ പറ്റും മാതാപിതാക്കളുടെ പ്രശ്നങ്ങളെ കുട്ടികളുടെ പ്രശ്നങ്ങളായിട്ട് കണ്ടിട്ട് അവരിൽ അത് അടിച്ചേൽപ്പിച്ചത് കൊണ്ടാണ് ആ അടി വന്നത്. അത് ശരിയായ ക്രിമിനൽ മെൻറ്റാലിറ്റി ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അടി കൊടുക്കുമ്പോൾ കുഞ്ഞ് തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ അടി കിട്ടാറുള്ളൂ. തിരിച്ചടിക്കുന്ന ഉറപ്പുള്ള ഒരു കുട്ടിയെ അടിക്കാൻ ബോധമുള്ള ഒരു മാതാപിതാക്കളും ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. തിരിച്ചടി കിട്ടാൻ ചാൻസ് ഉള്ള പരിപാടിയാണ് ഞാൻ ഈ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ
ഒരാൾക്കും അടി കിട്ടില്ല. അത് പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മാറിപ്പോകും. ഇനി അടുത്തത്, മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുക. മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ ആൻഡ് ട്രസ്റ്റ് വൺ സെൽഫ്. ഈ രണ്ട് കാര്യങ്ങളും കുഞ്ഞ് ആദ്യം പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. എൻ്റെ മുമ്പുള്ള ഏതോ ഒരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിനോട് നമ്മൾ പറയാണ്, കരയല്ലേ, അച്ഛൻ ഇപ്പം പോയിട്ട് ബിസ്ക്കറ്റ് വാങ്ങി തിരിച്ചു വരും. എയർപോർട്ടിൽ നിന്ന് കുഞ്ഞിനോട് ടാറ്റ പറയുന്ന അച്ഛൻ പറഞ്ഞു പോകുന്ന ഒരു വാക്കുണ്ട്, അത് വിശ്വസിച്ച് നിൽക്കുന്നൊരു കുട്ടിയുണ്ട്. അവിടെ ഒരു ട്രസ്റ്റാണ് ബ്രീച്ച് ചെയ്യപ്പെടുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഒരു ആവശ്യമില്ലാതെ നമ്മൾ അവർ ട്രസ്റ്റ് ബ്രീച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടി പല പല കാര്യങ്ങൾ പറയും, നമ്മളത് മറന്നു പോകും, പലതും മാറ്റി പറയും, അത് വേറെ ആയിട്ട് ചിന്തിക്കും. അങ്ങനെ പോകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും വലിയ വിശ്വാസം എന്നുള്ള സാധനത്തിൽ കാര്യമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് എത്തുന്നുണ്ട്. ചെറിയൊരു ഉദാഹരണമാണ് പറയുന്നത്, പക്ഷേ ഇതിൽ വലിയ വലിയ ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മൾ പ്രോമിസ് ചെയ്തിട്ട് ആ പ്രോമിസ് വിശ്വസിച്ച് നിന്നിട്ട് നമുക്ക് പല പണികളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ പഠിക്കുന്നത് പലപ്പോഴും ജീവിതത്തിൽ വീടുകളിൽ നിന്ന് തന്നെയാണ്. ഇനി മറ്റു രീതിയിൽ എങ്ങനെയാണ് നമ്മൾ വീടുകൾ പരസ്പരം റെസ്പെക്റ്റും സ്പേസും കൊടുത്ത് പെരുമാറുന്നത് എന്നുള്ളത് കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നതല്ല കുട്ടി കേൾക്കുന്നത്, നമ്മൾ ചെയ്യുന്നതാണ് കുട്ടി കോപ്പി ചെയ്യുന്നത്. നമ്മൾ പരസ്പരം വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റോ ഒരു സ്പേസോ കൊടുത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു കുട്ടി മനസ്സിലാക്കുന്നു. അതല്ലാതെ മോനെ അവരൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കണം, സ്ത്രീകളെ വളരെയധികം ബഹുമാനിക്കണം, എല്ലാ ദിവസവും പറഞ്ഞ് പഠിപ്പിക്കും. തിരിച്ചു വരുമ്പോൾ വെള്ളമടിച്ച് ഭാര്യയ്ക്ക് നാളെ തൊഴി കൊടുക്കുന്ന അച്ഛനാണെങ്കിൽ അയാൾ പറയുന്നത് ആ കുട്ടി കേൾക്കില്ല, ആ കുട്ടി അയാൾ ചെയ്യണമാണ് കുട്ടി കാണുന്നത്. ഒരു ലെവലേശം ഒരു ചെറിയ കാര്യം പോലും വീട്ടിൽ സഹായിക്കാത്തൊരച്ഛൻ അല്ലെങ്കിൽ ഒരമ്മ, രണ്ടും ആവാം, ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ, ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് 10,000 നമ്മൾ വാഴ്ത്തിപ്പാടി കഴിഞ്ഞാലും കുട്ടിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. കുട്ടി കാണുകയാണ്, കുട്ടി അറിയുകയാണ്, അനുഭവിക്കുകയാണ്, കുട്ടി കേൾക്കുകയല്ല ചെയ്യുന്നത് ആ ഘട്ടത്തിൽ. അപ്പോൾ പാരൻസിന് എങ്ങനെ ഇതിനൊരു സപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്കൊന്ന് അവർ പറയുന്നത് കേൾക്കലാണ്. കുഞ്ഞുങ്ങളെ കേൾക്കാനുള്ള സമയം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. ചിലപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അവർ നിശബ്ദരായിട്ടിരിക്കും. അവരുടെ നിശബ്ദതയെ കേൾക്കാനുള്ള സാവകാശം, അവരുടെ മൗനത്തിനെ അറിയാനുള്ള ശ്രമം, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉള്ളിൽ എന്താണ് എന്നറിയാനുള്ള ഒരു ശ്രമം. പലപ്പോഴും വാക്കുകൾ കൂട്ടിപ്പെറുക്കി കൃത്യമായ കാര്യങ്ങൾ പറയാനാവാത്ത കുട്ടികളും ഉണ്ടാവും. അപ്പോൾ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയാൻ പറ്റിയില്ല. പിന്നെ ഒരു പാരൻ്റ് എന്ന നിലയിൽ നമുക്ക് വലിയ വാലിഡിറ്റി ഇല്ല. ഇതിൽ ഇന്ത്യൻ പാരൻസിൽ 50% പേർക്കും ആ വാലിഡിറ്റി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 52% ഇന്ത്യയിലെ സെക്ഷൽ ഹരാസ്മെൻറ്റ് നിരക്ക് കുട്ടികളുടെ ഇടയിൽ. 52% കുട്ടികൾ സെക്ഷൽ ഹരാസ്മെൻറ്റിന് വിധേയരാകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയെങ്കിൽ പകുതിയോളം പാരൻസ് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള പാരൻസ് ആണെന്ന് പറയാതെ തരമില്ല. കാരണം ഈ സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അത് രക്ഷിതാക്കളുടെ തന്നെയാണ്. അവരുടെ ശ്രദ്ധയില്ലായ്മയാണ്, അവരുടെ കരുതലില്ലായ്മയാണ്, അവരുടെ ജോലി അവർ മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുക, കുഞ്ഞുങ്ങളെ കേൾക്കുക, കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിനെ ഹനിക്കാതിരിക്കുക, തുറന്നു പറയാനുള്ള ഇടമായി പ്രവർത്തിക്കാതിരിക്കുക, ഏത് ഘട്ടത്തിലും തനിക്ക് വന്ന് കയറാൻ, തനിക്ക് വന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളാണെന്നൊരു ഉറപ്പ് നൽകാതിരിക്കുക. ഇതൊക്കെയാണ് ഈ 52% കണക്കിലേക്ക് നമ്മൾ നയിച്ചു വിടുന്നത്. അപ്പോൾ ഇന്ത്യൻ പാരൻസ് ടോക്സിക് അല്ല എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. കാരണം കണക്കുകൾ നമ്മളോട് പറയുന്നത് നമ്മൾ സാമാന്യം നല്ല ടോക്സിക്കായ പാരൻറ്റിംഗ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നും പഠിപ്പിക്കേണ്ടത് നമ്മളാണ്. തുടക്കത്തിലെങ്കിലും പലതരത്തിലുള്ള ഇമോഷണൽ ട്രോമാസ് കാണിക്കുന്ന കുട്ടികൾ അത് എന്തിനാണ് ആ കുഞ്ഞ് അങ്ങനെ കാണിച്ചത് എന്ന് മനസ്സിലാക്കി കുറച്ച് സമയം അതിനോടൊപ്പം ചിലവഴിച്ച് ആ ചെയ്ത് ശരിയാണോ, അങ്ങനെ അല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിക്കേണ്ടത് നമ്മളാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കിൻഡർ ജോയ് കാണുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകണം, കിൻഡർ ജോയ് കാണുന്നു, കുഞ്ഞിന് വേണം, വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നു. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ആൾ നിലത്ത് വീഴുന്നു, ഉരുളുന്നു, കരയുന്നു. അവിടെ ആകെ കൂടി സീൻ സൃഷ്ടിക്കപ്പെടുന്നു. ഇവിടെ നമ്മൾക്കൊരു പാരൻ്റ് എന്ന രീതിയിൽ എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ, ഇതുപോലെ സിമിലർ സിറ്റുവേഷൻ നമ്മൾ പലരും പൊതുജന മധ്യത്തിൽ അവഹേളിക്കപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടാവും. എന്താണ് നമ്മൾക്ക് അവിടെ ചെയ്യാൻ പറ്റുക? ഒരു 3 വയസ്സുകാരി അല്ലെങ്കിൽ 4 വയസ്സുകാരി ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് എനിക്ക് തോന്നുന്നു തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ ഇതിനു വേണ്ടി വാശി പിടിക്കില്ല. അപ്പോൾ 1.5 വയസ്സ്
കുഞ്ഞൊരു പക്ഷേ ഒരു സാധനം ഇത് തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന പൊതുവേ കുറവാണ്. അപ്പോൾ 2-2.5 വയസ്സിലേക്കൊക്കെ കുഞ്ഞൊരു കാര്യം കണ്ടിട്ട് അതിനുവേണ്ടി വാശി പിടിക്കുന്നുള്ളതിൻ്റെ അർത്ഥം കുഞ്ഞിന് സ്വന്തം ആവശ്യങ്ങൾ തിരിച്ചറിയാനുള്ളൊരു ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺ ആ കുട്ടി അച്ചീവ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും സന്തോഷിക്കാം. ഇനി അതല്ല, ഇങ്ങനെ ബഹളം വെച്ച് കരയുന്നൊരു കുട്ടിയുടെ അടുത്ത് കൂടെ ഇരുന്ന് സംസാരിച്ച് കുറേ കൂടി സമയം സ്പെൻഡ് ചെയ്ത് മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ കുഞ്ഞ് എന്ത് വിചാരിക്കണം എന്നുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് എന്തിനാണ് കരയുന്നത്, എങ്ങനെ നമുക്ക് മോൻ കരയാലെ മോൾ കരയാതിരിക്കണമെങ്കിൽ ഇതല്ലാതെ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും, പതുക്കെ സംസാരിച്ച് പോകുമ്പോൾ ഇതൊക്കെ പോവും. നമുക്ക് ആ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ പലപ്പോഴും സമയം ചെലവഴിക്കാറില്ല. പകരം ഒന്നുകിൽ ഒരു അടി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ അടിക്കുന്നത് മോശമാണെന്ന് ഇപ്പോൾ കുറേ പാരൻസ്, ന്യൂജൻ പാരൻസെങ്കിലും ബോധമുള്ളതുകൊണ്ട് അടിക്കില്ല, പകരം പിടിച്ചു വലിച്ച് കൊണ്ടുപോകും. അപ്പോഴും നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് ആ കുട്ടിയെ മാറ്റുന്നു എന്നല്ലാതെ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്നുള്ളൊരു കാര്യം സൃഷ്ടിക്കപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നു കുറേ കൂടി ക്ഷമയോടെ കുട്ടികളെ കേൾക്കുകയും കുട്ടികൾ നമ്മളെ കേൾക്കാനുള്ളൊരു ക്ഷമ അവരിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാനുള്ള. ഇനി മറ്റൊന്ന്, സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ എന്നാൽ എന്താണ്, അതെങ്ങനെ ഫോം ചെയ്യാം, ഇത് ഓരോ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടിയുണ്ട്. നമ്മൾക്ക് സെക്യൂർ ആണെന്ന് തോന്നുന്ന റിലേഷൻഷിപ്പുകളെല്ലാം കുട്ടിക്ക് സെക്യൂർ ആണെന്ന് ഒരു നിർബന്ധമില്ല. കാരണം കുട്ടികൾക്ക് പീഡനങ്ങൾ, പ്രത്യേകിച്ചിട്ടും റേപ്പ് പോലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മൾ ഏറ്റവും സേഫാണ്, സെക്യൂർ ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരിൽ നിന്നാണ്. ഏറ്റവും അടുത്ത കുടുംബക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ആണ് നല്ലൊരു ശതമാനം കുട്ടികളും ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാവുന്നത്. അപ്പോൾ ആദ്യം നമ്മളുടെ പെർസെപ്ഷൻ ക്ലിയർ ആവണം. അതിനുശേഷം എങ്ങനെ സേഫായിട്ടുള്ള എൻവയറമെൻറ്റ് എന്താണ് സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, അതിൽ അങ്ങനെ ഒരു സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാം, അതിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇതൊക്കെ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ സോഷ്യൽ സിറ്റുവേഷൻസ്, കോൺഫ്ലിക്റ്റുകൾ ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് അവർ പഠിക്കുന്നത്. ഒരു കാര്യം വന്ന് കാർ ഓടിച്ച് പോകുമ്പോൾ ഒരാൾ ശരിയല്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നു, നമ്മളുടനെ 4 ചീത്ത വിളിക്കുന്നു, കുഞ്ഞത് കേൾക്കുന്നു. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുട്ടിക്ക് ഇഷ്ടത്തൊരു കാര്യം കാണുന്നു, കുട്ടി അതേ ചീത്ത തിരിച്ചു വിളിക്കുന്നു. എന്നിട്ട് നമ്മൾ കുട്ടിയെ വഴക്കും പറയുന്നു, നീ ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത്, നമ്മൾ ഡ്രൈവ് ചെയ്തപ്പോഴുണ്ടായ കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഇനി പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള ടെൻഡൻസി ഉള്ള മാതാപിതാക്കളുടെ മക്കൾ സ്വാഭാവികമായിട്ടും കണ്ടുപഠിക്കുന്നത് എങ്ങനെയെങ്കിലും സ്കൂട്ടാവാമെന്നുള്ളതായിരിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ അതിതീവ്രമായിട്ട് അതിവൈകാരികമായിട്ട് അതിനോട് ഇടപെടുകയും അതിന് ഭയങ്കരമായ ബഹളം വയ്ക്കുകയും എക്സ്പ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ വിചാരിക്കുന്നത് ഇതാണ് നോർമൽ, ഇങ്ങനെയാണ് ഒരു പ്രശ്നം വന്നാൽ ഞാൻ ബിഹേവ് ചെയ്യേണ്ടത്. കുഞ്ഞ് നമ്മളെ കണ്ട് തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ സ്വന്തം ഇമോഷണൽ വെൽബീയിങ്ങിനും സെൽഫിനും വേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടതാണ് എന്നുള്ളൊരു ഉറപ്പ്. ഞാൻ വളർന്നു വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് എനിക്ക് ശരിയെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളും തുറന്നു പറയാനുള്ളൊരു കോൺഫിഡൻസ്, അതിനുവേണ്ടി നിലകൊള്ളാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. വളരെ വലുതായ പ്രായം കുറേ കൂടിയ ശേഷം ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്തൊരു സ്കില്ലായിരുന്നു അത്. എൻ്റെ നിലപാടുകൾ, എൻ്റെ ഇൻറ്റ്യൂഷനുകൾ അത് ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് എനിക്ക് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വർഷങ്ങൾ നീണ്ട ശ്രമം എടുത്തു. എൻ്റെ പാർട്ട്ണറുടെ സഹായത്തോടു കൂടി ഞാൻ ഇപ്പോഴും ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന സ്കില്ലാണ്. അത് ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ വലുതായി വരുമ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ആസ് എ പാരൻറ്റ് നമുക്ക് ഇങ്ങനെ നമ്മളുടെ അനുഭവങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനുള്ള ഒരു മെറ്റാ തിങ്കിങ് ഉണ്ടെങ്കിൽ നമ്മുടെ പാരൻറ്റിങ് കുറേ കൂടി മികച്ച രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി പൊതുവേ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയാത്തൊരു കാര്യം കൂടിയാണ് ഇത്, ഈസ്തെറ്റിക്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. ഇതൊരു ഡിബേറ്റിന് സാധ്യതയുള്ളൊരു ഏരിയയാണ്. കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ടോ കുട്ടികളെ? എന്താണ് ഈസ്തെറ്റിക്സ്? സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള ഒരു പഠനമൊക്കെ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതുണ്ടോ? സത്യം പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോണും കൂടിയാണ്. അപ്പോൾ അത് എവിടെയാണ് പ്രാധാന്യത്തോടു കൂടി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈസ്തെറ്റിക്സ് അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റൽ ഡൊമൈൻ നമ്മളിലുണ്ട്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, മനുഷ്യന് മനുഷ്യത്വം നൽകുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ ഇതൊരു എക്സ്ട്രാ അല്ല, ഇതാണ് നമ്മളുടെ വ്യക്തിത്വം ആർജിച്ചെടുക്കാൻ സഹായിക്കുന്ന ഘടകം. ഇപ്പോൾ ഒരു നിശബ്ദമായിട്ട് കുറച്ച് സമയം മൈൻഡ്ഫുള്ളായി നിശബ്ദമായി ശാന്തമായി ചിലപ്പോൾ നമുക്ക് ഇരുന്ന് ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ചില കാര്യങ്ങളെ കണ്ട് സന്തോഷിക്കുക. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന്
ശാന്തമായി ഇരുന്ന് അതിനെ ഒന്ന് ആസ്വദിക്കാനുള്ളൊരു കഴിവ്. ഒരു ഇല വീഴുന്നത് കണ്ടൊന്ന് സന്തോഷിക്കാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനോ ഉള്ള നമ്മുടെ ഒരു കഴിവ്. ഒരു കവിത കേൾക്കുമ്പോൾ മനസ്സൊന്ന് ആർദ്രമാവാനുള്ള നമ്മുടെ കഴിവ്. ഒരു സംസാരത്തിൽ, ഒരാളുമായിട്ടുള്ള സംസാരത്തിൽ വളരെ എമ്പതിയോടുകൂടി അയാളെ കേട്ടിരിക്കാനുള്ള നമ്മുടെ കഴിവ്. അന്യൻ്റെ അന്യൻ്റെ സംസാരം സംഗീതമാവുന്ന അവസ്ഥയോ അങ്ങനെ ചില ഇത് പറയാറുണ്ടല്ലോ. അതുപോലെ നമുക്ക് നമ്മളോടൊപ്പമുള്ള, അത് വ്യക്തി എന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിൽ നിന്ന് നമുക്ക് സന്തോഷം കണ്ടെത്താനോ സമാധാനം കണ്ടെത്താനോ ഒക്കെയുള്ളൊരു കഴിവിലേക്ക് നമ്മളെ നയിക്കുന്നത് പലപ്പോഴും നമ്മളുടെ ഈ ഒരു ഈസ്തറ്റിക്സിൻ്റെ ക്വാളിറ്റി കൂടിയാണ്. ആ ഒരു ഡെവലപ്മെൻ്റൽ ഡൊമൈനിൻ്റെ ക്വാളിറ്റി കൂടിയാണ് ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ശാന്തമാവാൻ ഉള്ള കഴിവ് മാത്രമല്ല, ശാന്തമായൊരു അന്തരീക്ഷം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാനുള്ള കഴിവിനെയും നമുക്കിവിടെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റും. നമ്മളുടെ മുറിഞ്ഞ ഹൃദയങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ എൻ്റെ മനസ്സിന് തോന്നുന്നുവെങ്കിൽ അവിടെ എനിക്കുള്ളൊരു അഡീഷണൽ വെറും ഒരു മനുഷ്യനല്ല, അതിനപ്പുറത്തേക്കൊരു മനുഷ്യത്വപരമായിട്ടൊരു ക്വാളിറ്റി എന്നിൽ ഉള്ളത് കൊണ്ടാണ് എനിക്കതിന് സാധിക്കുന്നത്. ഇത്രയൊക്കെ പറയുമ്പോഴും ഇത് മാത്രമാണോ പാരൻ്റ് എന്ന നിലയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ഈ 5 ഡൊമൈൻ ശ്രദ്ധിച്ച എല്ലാം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം ഒന്നും ആർക്കും ആവാൻ പറ്റില്ല. അതിനപ്പുറത്തേക്കുണ്ട്. അത് ഒരു വലിയൊരു സ്പെക്ട്രമാണ് പാരൻറ്റിങ് എന്നുള്ളത്. 1, 2, 3 വാക്കുകൾ കൊണ്ട് വിവരിച്ച് നിർത്താനുള്ള ഒരു കാര്യമില്ല. 4-5 പോയിൻറ്റ്സ് കൊണ്ട് ഇതാണ് പാരൻറ്റിങ് എന്ന് പറഞ്ഞ് നിർത്താനും പറ്റില്ല. കാരണം പാരൻറ്റിങ് എന്നുള്ളത് കുട്ടികളോടുള്ള റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, കുട്ടികൾ പോകുന്ന സമൂഹത്തോടുള്ള റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്, ലോകത്തോടുള്ള റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇവിടം കൊണ്ട് നിർത്താമോ എന്ന് ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ 5 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചാൽ ശരി, ഓക്കെ, നിർത്തിയാലോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനൊക്കെ അപ്പുറത്തേക്കാണ് നമ്മളുടെ ഉത്തരവാദിത്വം. ഒരു അച്ഛനോ ഒരു അമ്മയോ ആവാൻ തയ്യാറെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനായിട്ടുള്ള ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തയ്യാറെടുക്കുക എന്നുള്ളത് കൂടി അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സമൂഹത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ വ്യത്യസ്തതകൾക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിനായിട്ട് കൊടുക്കുക, അതുമല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റിയും കറേജും ഒക്കെയുള്ള ഒരു വ്യക്തിയെ വാർത്തെടുക്കുക, ഇതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട. അതിനൊന്നും നമുക്ക് കൈ കഴുകാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ ഒരു സാമൂഹ്യ ജീവിയാണ്. നമുക്ക് സാമൂഹ്യമായിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ അഡീഷണലി ആഡ് ചെയ്യാൻ പറ്റുന്നത് മൊറാലിറ്റി ആൻഡ് ഇക്വിറ്റി എന്നുള്ള 2 കാര്യങ്ങളാണ്. മൊറാലിറ്റി എസൻസിൻ്റെ വേദിയിൽ പറയുമ്പോൾ ഒരു ചോദ്യം വരാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മൊറാലിറ്റി എന്നുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ കോമ്പാസ് ഉണ്ട്, വഴികാട്ടി. ദാറ്റ് ഇന്നർ കോമ്പാസ് ദാറ്റ് ഗൈഡ്സ് എ പേഴ്സൺ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്, ഗുഡ് ആൻഡ് ബാഡ്, and to act in ways that reflect truth, fairness, compassion and responsibility എന്നുള്ളതാണ്. ഞാൻ മൊറാലിറ്റി എന്താണെന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. ഇനി എൻ്റെ ധാരണയും പൊതുജനധാരണയും വേറെ ആവരുതല്ലോ. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ഇവിടെ പറയുമ്പോഴും മൊറാലിറ്റി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്. നമ്മളുടെ ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ആ ഒരു നന്മയുടെ അംശം, അതിനെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസ സംഹിതയുടെ ഒന്നും ചട്ടക്കൂടിനുള്ളിൽ തളച്ചിരിക്കേണ്ടതല്ല. അത് മനുഷ്യത്വം എന്നുള്ള ഒരു വലിയ ആശയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടതാണ്. പാരൻറ്റിങ് എന്നുള്ളത് ഒരു യാത്ര മാത്രമാണ്. ഒരു കുട്ടി ജനിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, കുറേ അൺലേൺ ചെയ്യുന്നു, കുറേ റീലേൺ ചെയ്യുന്നു, കുറേ തെറ്റുകൾ വരുത്തുന്നു, കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു, വീണ്ടും പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു, പുതിയ തെറ്റുകൾ വരുത്തുന്നു. ഒരു പാരൻറ്റും ജനിക്കുന്നുണ്ട് കുട്ടിയോടൊപ്പം തന്നെ. പാരൻറ്റും കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ റീലേൺ ചെയ്യുന്നു, കുറേ തെറ്റുകൾ സംഭവിക്കുന്നു, പ്രശ്നങ്ങൾ പറ്റിയെന്ന് മനസ്സിലാക്കുന്നു, വീണ്ടും തട്ടിമുട്ടി എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നു. കുട്ടിയോടൊപ്പം നമ്മളും യാത്ര തുടരുന്നു. ഏത് ഘട്ടത്തിലും നമുക്കൊരു മികച്ച പാരൻ്റായിട്ട് മാറാനുള്ള യാത്രയിലേക്ക് കയറി വരാം. വഴി എവിടെയെങ്കിലുമൊക്കെ തെറ്റിയിട്ടുണ്ടാകും, പക്ഷേ തിരിച്ച് കയറി വരാൻ എപ്പോഴും വഴിയുണ്ട്. ഒരൊറ്റ ചിന്ത മാത്രമേ വേണ്ടിയുള്ളൂ മനസ്സിൽ, എൻ്റെ കുട്ടിക്ക് ഞാനുണ്ട്, എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ കുട്ടിക്ക്. ആ ഒരു ചോദ്യം വരുന്ന നിമിഷം മുതൽ ഐ എം ഷുവർ വി ആർ എ ബെറ്റർ പാരൻറ്റ്. ഇന്നലെ വരെ പോയതിനേക്കാളും എന്തോ ഒരു കുഴപ്പമുണ്ട് ഞാൻ ചെയ്തതിൽ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നാൽ അന്നു മുതൽ എൻ്റെ പാരൻറ്റിങ്ങിൻ്റെ വഴി അല്ലെങ്കിൽ എൻ്റെ പാരൻറ്റിങ് കുറച്ചുകൂടി മെച്ചപ്പെട്ടതാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ പാളിച്ചകളും നമ്മൾ മനസ്സിലാക്കുന്ന ഘട്ടം മുതൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ കൊടുക്കാനുള്ളൊരു ആർജവം നമ്മൾക്കുണ്ടാവും. പാളിച്ചകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട്
മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുകയാണ്.